it's Tailfrog, let's fly, let's fly. Hey, it's Tailfrog, we're ready to rise. Legends in the shadows, we claim the skies. Walk through the dark, no fear, no disguise. We bring the heat, see the fire in our eyes. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ടെയിൽ ഫ്രോഗ്. നമ്മളിന്ന് കാണാൻ പോകുന്നത് 2024 പുറത്തിറങ്ങിയ സോംബി ഹൊറർ വിഭാഗത്തിൽപ്പെടുത്താവുന്ന ഡൈ എലോൺ എന്ന സിനിമയാണ്. അപ്പൊ എങ്ങനെയാ, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നമുക്കിപ്പോ പോവാം കഥകളുടെ ആ ഒരു മാജിക്കൽ യൂണിവേഴ്സിലേക്ക്. Hey, it's Tailfrog. സിനിമയുടെ തുടക്കത്തിൽ തന്നെ ഒരു പ്ലെയിൻ ആയിട്ട് കിടക്കുന്ന ഒരു സ്ഥലം കാണിക്കുകയാണ്. ഈ ഒരു സ്ഥലത്തിന് നടുവിലായിട്ട് ഒരു വീടും ഉണ്ടായിരുന്നു. ഒരാള് ഈ ഒരു വീട്ടിലേക്ക് തന്നെ നോക്കി അങ്ങനെ നിൽക്കുകയാണ്. അവന്റെ പേര് ഈത്തൻ എന്നാണ്. ഈത്തൻ ആണ് നമ്മുടെ ഈ ഒരു സിനിമയിലെ ഹീറോ. അവനിപ്പോ അവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. സോംബികൾ നിറഞ്ഞിട്ടുള്ള ഈ ഒരു ലോകത്ത് ജീവിച്ചത് മതി എന്ന് പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഇപ്പൊ അവന്റെ തലയിലേക്ക് ഷൂട്ട് ചെയ്ത് നിലത്തേക്ക് വീഴുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നിട്ട് കുറച്ച് കാലങ്ങൾക്ക് മുന്നേ ഈത്തൻ അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എമ്മേനും കൂട്ടിയിട്ട് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു നാട്ടില് ഇപ്പൊ ഒരുപാട് ആളുകൾക്ക് സോംബി വൈറസ് ബാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു സേഫ് ആയിട്ടുള്ള പ്ലേസിലേക്കാണ് ഇവരിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതനാണ് ഇപ്പൊ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നാൽ അങ്ങനെ പോകുന്നതിന്റെ ഇടയിൽ അവന് ചെറുതായിട്ട് ഇങ്ങനെ ഉറക്കം വരുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞപ്പോ എമ്മയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഓടിക്കാന്ന് പറയുന്നുണ്ട് അവനോട്. അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഈതൻ തന്നെ കാർ ഇപ്പൊ മുന്നോട്ടേക്ക് എടുക്കുകയാണ്. എന്നാൽ കുറച്ച് ദൂരം പോയ സമയത്ത് ഇവന്റെ കണ്ണ് ചെറുതായിട്ടൊന്ന് പാടുന്നുണ്ട്. ഇവരുടെ തൊട്ട് മുന്നിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ഒരു വലിയ ട്രക്കിലേക്ക് തന്നെ ഇവരുടെ കാറ് പോയിട്ട് ഇടിക്കുകയാണ്. അങ്ങനെ ഈ ഒരു വണ്ടി ആക്സിഡന്റ് ആയ സമയത്ത് നമ്മുടെ ഈതന്റെ ബോധം പോയിട്ടുണ്ടായിരുന്നു. അവന് രാവിലെ ആവുന്ന സമയത്താണ് ബോധം വരുന്നത്. അവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഇവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള എമ്മേനെ എവിടെയൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല അവന്റെ കയ്യിൽ ഇപ്പൊ ഒരു പ്ലാസ്റ്റർ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പ്ലാസ്റ്ററിൽ ഒരു ഹാർട്ട് വരച്ച് വെച്ചിട്ടുണ്ട്. അതിന് നടുക്കായിട്ട് എമ്മാന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഇത് എന്താണ് സംഭവിക്കുന്നതെന്നുള്ളത് ഇതിന് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ ആ ഒരു കാറിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് എമ്മ എവിടെയാന്ന് അന്വേഷിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ഈ ഒരു സ്ഥലം മുഴുവനും എമ്മാന്ന് ഉറക്കെ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അവനിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ഒരു ഭാഗം മുഴുവനും തെരഞ്ഞു നോക്കിയിട്ടും അവിടെ എമ്മേനെ കാണുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു ഗ്രാമം മുഴുവനായിട്ടും സോംബികളുടെ ആക്രമണത്തിൽ നശിച്ചു പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഒരു മനുഷ്യൻ പോലും ഉണ്ടായിരുന്നില്ല. നശിച്ചു പോയിട്ടുള്ള കുറെ പഴയ ബിൽഡിങ്ങുകൾ മാത്രമാണ് അവിടെ കാണുന്നുണ്ടായിരുന്നത്. അവനിപ്പോ അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ബിൽഡിങ്ങിന്റെ ഉള്ളിലേക്ക് കയറി പോവാണ്. അതിന്റെ ഉള്ളിലെങ്ങാനും എമ്മ ഉണ്ടോന്ന് അറിയാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗം മുഴുവനും തെരഞ്ഞു നോക്കുന്നുണ്ട്. ഈ ബിൽഡിംഗ് മുഴുവനും നശിച്ച് അങ്ങനെ കിടക്കായിരുന്നു. എന്നാൽ ഇതേ സമയത്ത് തന്നെ ഇവൻ നിൽക്കുന്ന ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് ഒരു ട്രക്ക് വരുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. അവനിപ്പോ ആ ഒരു ബിൽഡിംഗിൽ നിന്ന് ഇറങ്ങിയിട്ട് ഈ വന്ന് നിൽക്കുന്ന ട്രക്കിന്റെ അടുത്തേക്ക് പോവാണ്. എന്നിട്ട് അവരുടെ അടുത്ത് ഹെൽപ്പ് ചോദിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു വന്ന ആൾക്കാര് അവരുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് വെച്ചിട്ട് ഈതനെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവൻ അവിടുന്ന് ഓടിയിട്ട് ഒരു വിധത്തില് അവിടെ അടുത്തുണ്ടായിരുന്ന ഒരു ബിൽഡിങ്ങിന്റെ സൈഡിലേക്ക് പോയി ഒളിച്ച് നിൽക്കുകയാണ്. ഞാൻ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ഒരു മനുഷ്യനൊന്നുമല്ല, എന്തിനാ എന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് അവനിങ്ങനെ ഉറക്കെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പക്ഷെ അയാളാണെന്നുണ്ടെങ്കിൽ അതൊന്നും കേൾക്കാതെ അവനെ തന്നെ നോക്കി ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നാൽ ഈ ഒരു സമയത്ത് വേറെ ആരോ വന്നിട്ട് നമ്മുടെ ഈതനെ ഷൂട്ട് ചെയ്തുകൊണ്ടിരുന്ന അയാളെയും അയാളുടെ ഡ്രൈവറിനെയും ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. ഈതനിപ്പോ ആരാണ് അവനെ രക്ഷിച്ചെന്നുള്ളത് അവനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ വയസ്സായിട്ടുള്ള ഒരു ലേഡി അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അവളാണെന്നുണ്ടെങ്കിൽ നേരെ വന്നിട്ട് ഈ ഒരു ട്രക്കിന്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അവർക്ക് ആവശ്യമായിട്ടുള്ള എന്തെങ്കിലും സാധനം ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഈതൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. എന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് എമ്മാന്നാണ്. അവളെ കാണുന്നില്ല. അവളെ കണ്ടുപിടിക്കാനായിട്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. നീ ആദ്യം എന്നെ ഹെൽപ്പ് ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവര് ഷൂട്ട് ചെയ്തിട്ടുള്ള ആ ഒരു മനുഷ്യനെ ഇപ്പൊ ട്രക്കിലേക്ക് പിടിച്ച് കയറ്റാനായിട്ട് തുടങ്ങുകയാണ്. അതിന് അവരെ സഹായിക്കാനാണ് ഈതന്റെ അടുത്ത് ആ ഒരു ലേഡി പറയുന്നുണ്ടായിരുന്നത്. അവനും ഇപ്പൊ അവരെ സഹായിക്കാനായിട്ട് നോക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് ഈതൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് നിലത്തേക്ക് വീഴാണ്. എന്നാൽ ആ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ അവനെ എടുത്തിട്ട് ഈ ഒരു ട്രക്കിന്റെ ബാക്കിലേക്ക് ഇടുന്നുണ്ട്. ഇപ്പോ അവനെ കൊണ്ടിട്ട് ആ ഒരു ലേഡി അവിടുന്ന് പോവുകയാണ്. ഈതനാണെന്നുണ്ടെങ്കിൽ ബോധം കെട്ടി കിടക്കുന്ന ആ ഒരു സമയത്ത് എമ്മയെ പറ്റിയിട്ടുള്ള ആ ഒരു ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിലേക്ക് സ്വപ്നം പോലെ ഇങ്ങനെ വന്നോണ്ടിരിക്കുകയാണ്. ഇവൻ പെട്ടെന്ന് ഉറക്കത്തിൽ നിന്ന് എണീക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു ലേഡി അവരുടെ വീട്ടിലേക്കാണ് ഈതനെ കൂട്ടിയിട്ട് വന്നിട്ടുള്ളത്. നമ്മുടെ ഹീറോയ്ക്കാണെന്നുണ്ടെങ്കിൽ അൽഷിമേഴ്സ് പോലെ എന്തോ ഒരു അസുഖം ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. കാരണം നടന്ന ഒരു സംഭവം അവന് കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അവനിപ്പോ ആ ഒരു റൂമിൽ നിന്ന് മെല്ലെ എണീറ്റിട്ട് പുറത്തേക്ക് വരുന്നുണ്ട്. ഈ ഒരു സമയത്തും അവൻ എമേനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ എമേനെ നോക്കിയിട്ട് ഈ ഒരു കിച്ചണിലേക്ക് വന്ന സമയത്താണ് ആ ഒരു ലേഡി അവിടെ നിന്നിട്ട് എന്തോ ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവൻ കാണുന്നത്. ഈതനാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഡിയെ പോലും കൃത്യമായിട്ട് ഓർമ്മയുണ്ടായിരുന്നില്ല. അവനിപ്പോ ആ ഒരു ലേഡിനോട് പറയാണ്, എനിക്ക് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു അസുഖമുണ്ട്, അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ഒരു കാര്യം ഓർമ്മയുണ്ടാവില്ല, നിങ്ങൾ ആരാണെന്നൊക്കെ അവനിങ്ങനെ ചോദിക്കുന്നുണ്ട്. അവരിപ്പോ പറയാണ്, എന്റെ പേര് മേ എന്നാണ്, നിനക്ക് ഇടാനായിട്ടുള്ള ഡ്രസ്സ് ആ ഒരു ബെഡ്റൂമിൽ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്, നീ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് വരുമ്പോഴത്തേക്കും കഴിക്കാനായിട്ട് ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കി വെക്കാന്ന് പറഞ്ഞിട്ട് ആ ഒരു ലേഡി ഇപ്പൊ കുക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഇതിനിപ്പോ മേലെ പോയിട്ട് ആ ഒരു ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. അപ്പൊ ഈ ഒരു സമയത്ത് നിനക്ക് അൽഷിമേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു രോഗം ഉണ്ടല്ലേ, എന്ത് കാര്യങ്ങളൊക്കെയാണ് നിനക്ക് ഓർമ്മയുള്ളത്, ഒന്ന് ആലോചിച്ച് നോക്ക് എന്നൊക്കെ ആ ഒരു ലേഡി ഇതിനോട് പറയുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ കുറച്ചു നേരം അവിടെ നിന്നിട്ട് ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, എനിക്ക് എമാന്ന്
എന്ന് പേരുള്ള ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. നമ്മുടെ ഈ ഒരു നാട്ടില് സോംബി വൈറസ് പടർന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ട് ഞാനും എമ്മയും കൂടിയിട്ട് ഒരു സേഫ് ആയിട്ടുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിനിടയിലാണ് ഞങ്ങൾക്ക് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത്. അതിനുശേഷം ഞാൻ എണീറ്റ് നോക്കുന്ന സമയത്ത് എമ്മേനെ അവിടെ ഒന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവളെ തെരഞ്ഞു വന്നതാണ് എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഒരു പ്ലാസ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു പ്ലാസ്റ്ററിന്റെ മുകളിൽ ഒരു ഹാർട്ടിന്റെ ചിഹ്നം വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ എമ്മ എന്ന് പേര് എഴുതി വെച്ചിട്ടുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, അതല്ലാതെ വേറെ ഒന്നും എനിക്ക് ഓർമ്മയില്ല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനിങ്ങനെ മുന്നോട്ട് നടക്കുകയാണ്. ആ ഒരു സമയത്താണ് ഇവരുടെ ഈ ഒരു വീടിന്റെ ഉള്ളിലായിട്ട് ഒരുപാട് പേപ്പർ കട്ടിങ്സ് ഇങ്ങനെ ഒട്ടിച്ചു വെച്ചേക്കുന്നത് നമ്മുടെ ഈതൻ കാണുന്നത്. ഈ ഒരു ലോകത്തില് മുഴുവനായിട്ടും സോംബി വൈറസ് പടർന്നിട്ടുണ്ട്. മേയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ന്യൂസ് മുഴുവനും കട്ട് ചെയ്തിട്ട് ഈ ഒരു വാള് നിറച്ച് ഒട്ടിച്ചു വെച്ചേക്കാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഈതനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോക്ക് ആവുന്നുണ്ട്. ഇത്രയും പെട്ടെന്ന് ഈ ഒരു നാട് മുഴുവനും ഈ ഒരു വൈറസ് പടർന്നോ എന്നൊക്കെ അവനിങ്ങനെ മേനോട് ചോദിക്കുന്നുണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ ഇവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു കറണ്ട് കട്ടായി പോകുന്നുണ്ട്. നീ ഇവിടെ നിൽക്ക്, ജനറേറ്ററിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഞാനതൊന്ന് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞിട്ട് മേ ഇപ്പൊ പുറത്തേക്ക് പോവാണ്. ഇതിനാണെന്നുണ്ടെങ്കിൽ അവരുടെ കൂടെ തന്നെ ഇപ്പൊ പുറത്തേക്ക് വന്നേക്കാണ്. പുറത്തെത്തി നോക്കുന്ന സമയത്ത് അവിടെ ഈ ഒരു സ്പൈഡർ വെബ് പോലെ എന്തോ ഒരു വലയുടെ ഉള്ളിൽ കുടുങ്ങി കിടക്കുന്ന ഒരു സോംബിനെ അവൻ അവിടെ കാണുന്നുണ്ട്. ഈ സോംബി അവനെ കണ്ടിട്ട് ഭയങ്കരമായിട്ട് വയലന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ഉണ്ടായിരുന്ന സോളാർ പാനലുകൾ ഉപയോഗിച്ചിട്ടാണ് മേ അവരുടെ വീട്ടിലേക്ക് ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. അതിനെന്തെങ്കിലും തകരാറ് സംഭവിച്ചതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് ഇപ്പൊ അതൊക്കെ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഏതൻ അങ്ങോട്ടേക്ക് വന്നിട്ട് അവിടെ നിൽക്കുന്ന ആ ഒരു സോംബി ഉണ്ടല്ലോ, ആ ഒരു സോംബി നമ്മൾ എന്തെങ്കിലും ചെയ്യോ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. മെയ് ഇപ്പൊ അവനോട് പറയാണ് ആ ഒരു സോംബി അതിന്റെ ഹസ്ബൻഡ് ആണ്, അവൻ ഇതുപോലെ ലോക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് മറ്റു സോംബികളൊന്നും ഇങ്ങോട്ടേക്ക് വരാത്തത്. എന്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിലും നീ ഒരു സോംബിയുടെ അടുത്തേക്ക് പോരുന്നൊക്കെ ഇപ്പൊ അവനോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. മെയ് ഇപ്പൊ ആ ഒരു ജനറേറ്റർ ശരിയാക്കാനായിട്ട് വീണ്ടും ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും അത് ശരിയാവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഏതൻ അങ്ങോട്ടേക്ക് വന്നിട്ട് ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ ഒരു ജനറേറ്ററിന്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട്. അവനിപ്പോ എന്തൊക്കെയോ ചെയ്തിട്ട് ആ ഒരു ജനറേറ്റർ ശരിയാക്കുന്നുണ്ട്. മേയ്ക്കാണെന്നുണ്ടെങ്കിൽ ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. ഇതൊക്കെ ശരിയാക്കാൻ നിനക്കറിയോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അവനെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ട്. മേയാണെന്നുണ്ടെങ്കിൽ അവനെ കൂട്ടിയിട്ട് ആ ഒരു കാടിന്റെ ഭാഗത്തേക്ക് പോകുന്നുണ്ട്. നേരത്തെ ഇവിടെ ഒരുപാട് ട്രാപ്പുകൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു ട്രാപ്പിനകത്ത് ഇപ്പൊ ഒരു മൃഗം വന്ന് കുടുങ്ങിയിട്ടുണ്ട്. ഇതിനെ കണ്ടപ്പോ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷമാണ്. ആഹാ, ഇന്നത്തെ ഡിന്നർ അടിപൊളിയാക്കാന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഈ ഒരു ജീവി എടുത്തോണ്ട് ഇവർ വീടിന്റെ ഉള്ളിലേക്ക് പോവാണ്. ഇപ്പൊ ഇവർ പിടിച്ചുകൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ജീവിയൊക്കെ കുക്ക് ചെയ്തിട്ട് ഇവർ നല്ല രീതിയിൽ തന്നെ ഫുഡ് കഴിക്കുന്നുണ്ട്. അവിടെയുള്ള സൈക്കിളിലൊക്കെ എക്സസൈസ് ഒക്കെ ചെയ്ത് പിന്നെ കുറച്ച് മദ്യമൊക്കെ കഴിച്ചിട്ട് ഇവർ ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചിട്ട് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കുകയാണ്. മേയുടെ കൂടെ ഒരുപാട് സന്തോഷമായിട്ട് അന്ന് മുഴുവനും അവൻ അവിടെ അടിച്ചു പൊളിച്ച് നിന്നിട്ടുണ്ടെങ്കിലും അവന്റെ ഗേൾ ഫ്രണ്ട് എവിടെയാന്നൊക്കെ ആലോചിച്ചിട്ട് അവനിപ്പോ ഒരുപാട് വിഷമം വന്നുണ്ട്. അതുകൊണ്ട് തന്നെ മേനോട് ഇപ്പൊ പറയാണ് ഞാനെന്നാ പിന്നെ പോയിക്കോട്ടെ, എന്റെ ഗേൾ ഫ്രണ്ടിനെ തിരയണം, അവളിപ്പോ എന്നെ കാണാതെ ഒരുപാട് വിഷമിച്ചിട്ട് എവിടെയെങ്കിലും ഉണ്ടാവും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. മേയാണെന്നുണ്ടെങ്കിൽ നീ തൽക്കാലം ഇവിടെ റെസ്റ്റ് ചെയ്യ്, രാത്രി പുറത്തിറങ്ങുന്നത് അത്ര സേഫ് അല്ല, നാളെ രാവിലെ നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് പോയിട്ട് നിന്റെ ഗേൾ ഫ്രണ്ടിനെ തെരഞ്ഞ് കണ്ടുപിടിക്കാന്നൊക്കെ മേ ഇപ്പൊ അവനോട് പറയുന്നുണ്ട്. ഇപ്പൊ ഉറങ്ങാൻ സമയത്തുകൊണ്ട് തന്നെ അവന്റെ അടുത്ത് ഗുഡ് നൈറ്റ് ഒക്കെ പറഞ്ഞിട്ട് അവള് മുകളിലുള്ള റൂമിലേക്ക് പോവാണ്. മേ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ഏതിന് അവന്റെ ഗേൾ ഫ്രണ്ടിനെ പറ്റി ആലോചിച്ചിട്ട് ഒരുപാട് ടെൻഷൻ ആവാണ്. അവള് ഞാനില്ലാതെ എവിടെയെങ്കിലും നിന്ന് കഷ്ടപ്പെടുന്നുണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് വഴിയിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാനായിട്ട് അവിടുന്ന് വലിയൊരു കമ്പിവടി എടുത്തിട്ട് അവനിപ്പോ പുറത്ത് കിടക്കുന്ന ആ ഒരു ട്രക്കുമായിട്ട് അവിടുന്ന് പോവാണ്. അങ്ങനെ ഇവൻ ഡ്രൈവ് ചെയ്ത് പോകുന്ന സമയത്ത് പെട്ടെന്ന് ഇവന് ചില ഓർമ്മകളൊക്കെ അവന്റെ മനസ്സിലോട്ട് ഇങ്ങനെ വരികയാണ്. ഏതിനും അവന്റെ ഗേൾ ഫ്രണ്ടും കൂടിയിട്ട് പെട്രോൾ ഫില്ല് ചെയ്യാനായിട്ട് പോയതും ആ ഒരു സമയത്ത് ഇവന്റെ കയ്യിൽ ഗൺ ഉണ്ടായിരുന്നതും അങ്ങനെയുള്ള വിഷ്വൽസ് ഒക്കെ ഇപ്പൊ ഇവന് ചെറുതായിട്ട് ഓർമ്മ വരുന്നുണ്ട്. അവിടെ എന്താ സംഭവിച്ചതെന്ന് അവൻ ഒരുപാട് ആലോചിച്ചെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും തന്നെ അവനതിന് പറ്റുന്നുണ്ടായിരുന്നില്ല. അവനിപ്പോ പോയിട്ട് ഒരു റിസോർട്ടിന്റെ അടുത്തേക്ക് എത്തുന്നുണ്ട്. എന്തെങ്കിലും സംഭവിച്ചിട്ട് ഏതിനും അവന്റെ ഗേൾ ഫ്രണ്ടും തമ്മിൽ പിരിഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലൊക്കേഷനിൽ വെച്ചിട്ട് മീറ്റ് ചെയ്യാന്നായിരുന്നു ഇവർ ആദ്യം പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഈ ഒരു റിസോർട്ട് തെരഞ്ഞിട്ട് നമ്മുടെ ഏതിനും ഇങ്ങോട്ടേക്ക് വന്നേക്കുന്നത്. ഈ ഒരു റിസോർട്ടിലേക്ക് ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഡോറിലൊക്കെ ഒരുപാട് പലകകൾ ഇങ്ങനെ അടിച്ചു വെച്ചേക്കുന്നത് കാണാണ്. അവന്റെ കയ്യിലുള്ള ആ ഒരു കമ്പി ഉപയോഗിച്ചിട്ട് ഈ ഒരു പലകകളൊക്കെ അവിടുന്ന് ഇളക്കി മാറ്റിയിട്ട് അവൻ അകത്തേക്ക് കയറി നോക്കുകയാണ്. അകത്ത് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഒരു ലേഡിയും അവരുടെ കുട്ടിയും അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു ഗണ്ണ് വെച്ചിട്ട് ഇവന്റെ നേരെ ഇങ്ങനെ ചൂണ്ടുകയാണ്. എന്നിട്ട് മര്യാദയ്ക്ക് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് പോയിക്കോ, അല്ലെങ്കിൽ നിന്നെ ഷൂട്ട് ചെയ്ത് കൊന്നു കളയുന്ന അവരിങ്ങനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതിനിപ്പോ പറയാണ് ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ആക്സിഡന്റിൽ എന്റെ ഗേൾ ഫ്രണ്ടിനെ കാണാതായിട്ടുണ്ട്. ഞാൻ അവളെ തെരഞ്ഞിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്, അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് വന്നതല്ല എന്നൊക്കെ അവനിങ്ങനെ ഭയങ്കര ഇമോഷണൽ ആയിട്ട് പറയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് പുറത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദങ്ങൾ കേൾക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പൊ ആ ലേഡി വന്നിട്ട് ഈ ഒരു ബിൽഡിങ്ങിന്റെ ഡോർ അടയ്ക്കാനായിട്ട് നോക്കുകയാണ്. എന്നാൽ അതേ സമയത്ത് തന്നെ ശരീരം മുഴുവനും പുല്ലൊക്കെ വളർന്നിട്ടുള്ള ഒരു സോംബി അങ്ങോട്ടേക്ക് വരികയാണ്. ഇപ്പൊ ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ ആ ഒരു സോംബിനെ എങ്ങനെയെങ്കിലും പുറത്താക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു വിധത്തില് ആ ഒരു സോംബിനെ പുറത്തേക്ക് തള്ളിയിട്ട് ഇവർ വാതിൽ അടയ്ക്കുന്നുണ്ട്. എന്നാൽ ഇപ്പോഴും ആ ഒരു സോംബി അവിടുന്ന് പോയിട്ടുണ്ടായിരുന്നില്ല. ഈ ഒരു വാതിലിന്റെ മുകളിലുണ്ടായിരുന്ന കണ്ണാടി പൊട്ടിച്ചിട്ട് കൈയുള്ളിലിട്ടിട്ട് ഈ ഒരു ലേഡീനെ പിടിക്കുകയാണ്. ഈ ഒരു അറ്റാക്കില് ലേഡിയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് തെറിച്ച് നിലത്തേക്ക് വീഴാണ്. ഇത് കണ്ടിട്ട് നമ്മുടെ ഏതൻ ഓടി വന്നിട്ട് ആ ഒരു ഗണ്ണ് എടുത്തിട്ട് സോംബിനെ വെടിവെക്കാനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ഗണ്ണിന്റെ ഉള്ളില് ബുള്ളറ്റ് ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു കമ്പി വെച്ചിട്ട് അവൻ ആ ഒരു സോംബിനെ അടിച്ച് പുറത്തേക്ക് ആക്കുകയാണ്. അങ്ങനെ ഒരു വിധത്തില് ആ ഒരു ലേഡീനെയും അവരുടെ മോനെയും അവൻ രക്ഷിക്കുന്നുണ്ട്. ഇപ്പൊ ലേഡിയാണെന്നുണ്ടെങ്കിൽ ഇവനെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ട് പോവാണ്. ആ ഒരു കുട്ടീനെ സമാധാനപ്പെടുത്തിയിട്ട് അവനെ ഉറക്കുന്നുണ്ട്. ഇപ്പൊ ഏതിന്റെ അടുത്ത് അവർ പറയാണ് ഒരുപാട് നാളായി എന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണിലെ ബുള്ളറ്റ് തീർന്നിട്ട്, പക്ഷെ ആരെങ്കിലും ഞങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് ഇങ്ങോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഗണ്ണ് കാണിച്ച് പേടിപ്പിച്ചിട്ടാണ് ഞാൻ അവരെ
സോംബികളെയൊക്കെ ഇവിടെ നാട്ടി ഓടിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സമയത്ത് തന്നെ ഇവർ അടിച്ച് പുറത്താക്കിയിട്ടുണ്ടായിരുന്ന ആ ഒരു സോംബി ഉണ്ടല്ലോ, അത് വീണ്ടും എണീറ്റ് അങ്ങനെ നിൽക്കുകയാണ്. അത് എണീറ്റ് അങ്ങനെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഏതനാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഷോക്കാവാണ്. ഞാൻ ഇത്ര അടി അടിച്ചിട്ടും ആ ഒരു സോംബി ചത്തുപോയില്ലെന്ന് ഏതിനിപ്പോ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പൊ ആ ഒരു ലേഡി പറയാണ്, ഞാനും ഒരുപാട് സോംബികളെ ഇതുപോലെ കൊല്ലാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്, പക്ഷെ അവരൊന്നും മരിക്കുന്നുണ്ടായിരുന്നില്ല. ഈ ഒരു സോംബികൾക്ക് മരണമേ ഇല്ല. അവരുടെ മേത്ത് എന്തോ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ചെടികൾ വളർന്നു വരുന്നില്ലേ, ആ ചെടികളാണ് ഈ ഒരു സോംബികളുടെ മൈൻഡിനെ കൺട്രോൾ ചെയ്യുന്നത് ഈ ലേഡി ഇപ്പോ ഏതിനോട് ഇങ്ങനെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ എമ്മ എന്ന് പേരുള്ള ആരെങ്കിലും ഈ ഒരു ഭാഗത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും എന്റെ ഗേൾഫ്രണ്ടും തമ്മിൽ പിരിഞ്ഞു പോവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വെച്ച് മീറ്റ് ചെയ്യാന്നൊക്കെ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എമ്മ എന്ന് പേരുള്ള ഒരാളും ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല എന്ന് ആ ഒരു ലേഡി പറയാണ്. ഇത് കേട്ടിട്ട് ഇതിനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടെൻഷൻ ആവുന്നുണ്ട്. അവനിപ്പോ അവിടെ ഇരുന്നിട്ട് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ ആലോചിക്കുകയാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ സിറ്റിയിലായിരുന്നു ഉണ്ടായിരുന്നത്. അവിടെ ഒരുപാട് പ്രശ്നങ്ങളായ സമയത്താണ് ഞാനും എമ്മയും കൂടിയിട്ട് ഇങ്ങോട്ടേക്ക് വന്നത്. അതിന്റെ ഇടയിലാണ് ആ ഒരു ആക്സിഡന്റ് സംഭവിക്കുന്നത്. അങ്ങനെ ഇവന്റെ ലൈഫിൽ നടന്നിട്ടുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഇപ്പൊ ആ ഒരു ലേഡിനോട് പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അവൻ അവിടെ ഉണ്ടായിരുന്ന ഒരു സോഫയിൽ കിടന്നിട്ട് മെല്ലെ ഇങ്ങനെ ഉറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു ലേഡി ആണെന്നുണ്ടെങ്കിൽ നീ എന്തായാലും സമാധാനത്തോടെ കിടന്നുറങ്ങ്, ഞാൻ എന്തായാലും ഇന്ന് രാത്രി മുഴുവനും ഇവിടെ കാവലിരിക്കാൻ പോവാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ലേഡി അവിടുന്ന് പോകുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഇവൻ എണീറ്റ് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു അപ്പാർട്ട്മെന്റ് മുഴുവനും ചോര കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം രാത്രി ഇവൻ രക്ഷിച്ചിട്ടുള്ള ആ ഒരു ലേഡി അവളെ സോംബികളെ വന്ന് ആക്രമിച്ചിട്ട് അവിടെ കൊന്നിട്ടിട്ടുണ്ട്. ഈ ഒരു ലേഡീന്റെ ചെവിന്ന് ഇപ്പൊ ആ ഒരു ചെടികളൊക്കെ ഇങ്ങനെ വളർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ അവരും സോംബിയായി മാറുന്ന ഏതിന് മനസ്സിലാവാണ്. അതുകൊണ്ട് തന്നെ ഒരു വിധത്തില് അവനിപ്പോ പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട്. അവന്റെ ശരീരം മുഴുവനും ഇങ്ങനെ ബ്ലഡ് ആയിട്ടുണ്ടായിരുന്നു. അവൻ അങ്ങനെ ഒരു വിധത്തില് ഈ ഒരു ബിൽഡിങ്ങിന്റെ പുറത്തേക്ക് വന്നിട്ട് അവിടെ ചെന്ന് നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ഈ ഒരു ലേഡീന്റെ മോനെ ഒരു സോംബി ആക്രമിച്ച് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവനാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു മരത്തിൽ പിടിച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. കുറച്ചു നേരം ശ്വാസം എടുക്കാനായിട്ട് അവനിങ്ങനെ അടച്ചടച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ അവനിപ്പോ വീണ്ടും നോക്കുന്ന സമയത്ത് ആ ഒരു സോംബിനെ അവിടെ കാണുന്നുണ്ടായിരുന്നില്ല. കുറച്ചു നേരത്തിന് ശേഷം ഇവന്റെ തൊട്ട് ബാക്കിലേക്ക് ആ ഒരു സോംബി എത്തിയിട്ടുണ്ട്. ഇവൻ തിരിഞ്ഞു നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അത് ഇവന്റെ മേത്തേക്ക് കയറി പിടിക്കുന്നുണ്ട്. എന്നിട്ട് അവനോട് എന്തോ പറയാനായിട്ട് ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവര് മുഴുവനായിട്ടും സോംബി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നില്ല. മനുഷ്യന്മാരുടെ ഉള്ളിലുള്ള ആ ഒരു കോൺഷ്യസ്നെസ് കുറച്ചിപ്പോഴും ബാക്കിയുണ്ടെന്നാണ് തോന്നുന്നത്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മേ അങ്ങോട്ടേക്ക് വന്നിട്ട് ഈ ഒരു സോംബിനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. അവനാണെന്നുണ്ടെങ്കിൽ മേനെ കണ്ടിട്ട് ഷോക്കായി അങ്ങനെ നിൽക്കുകയാണ്. ഞാൻ അവരെ ഷൂട്ട് ചെയ്തെങ്കിലും അതുകൊണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല. കുറച്ച് സമയത്തിന്റെ ഉള്ളിൽ അവർ വീണ്ടും എണീറ്റ് വരും. അതിനുള്ളിൽ നമുക്ക് ഇവിടുന്ന് പോകണം എന്ന് പറയുന്നുണ്ട്. ഇപ്പോ അവിടെ മരിച്ചു കിടക്കുന്ന ആ ഒരു പയ്യനെ അവൾ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നിട്ട് അകത്ത് മരിച്ചു കിടക്കുന്ന ആ ഒരു ലേഡീനെ ഷൂട്ട് ചെയ്യാനായിട്ട് മേ അങ്ങോട്ടേക്ക് പോവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ അവിടെ തൂങ്ങിക്കിടക്കുന്ന ഒരു കിളിക്കൂട് നമ്മുടെ ഏതൻ കാണുന്നുണ്ട്. അതിന്റെ മുകളിൽ ഒരു എംബ്ലം ഇങ്ങനെ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അത് കണ്ടു കഴിഞ്ഞപ്പോ അവൻ നല്ല രീതിയിൽ ഷോക്കാവാണ്. കാരണം ഇവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള എമയുടെ മേത്തും ആ ഒരു എംബ്ലം ടാറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഏതിനിപ്പോ പോയിട്ട് ആ ഒരു കിളിക്കൂടൊന്ന് തുറന്ന് നോക്കുന്നുണ്ട്. നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടായിരുന്നു. അവനിപ്പോ ഈ ഒരു മൊബൈൽ ഫോൺ എടുത്ത് നോക്കുകയാണ്. അത് അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള എമയുടെ മൊബൈലായിരുന്നു. ഈ ഒരു മൊബൈലില് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ ആ ഒരു വീഡിയോ അവനിങ്ങനെ പ്ലേ ചെയ്ത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ ബോയ് ഫ്രണ്ടിന് അൽഷിമിയസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു അസുഖം അതിങ്ങനെ കൂടി കൂടി വരികയാണ്. ഞാൻ എങ്ങനെയാണ് ഇനിയുള്ള കാലം അവന്റെ കൂടെ ജീവിക്കാന്ന് പോലും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവള് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഇങ്ങനെ ആ ഒരു വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതിന്റെ ഇടയിൽ ആ ഒരു ഫോണിലെ ചാർജ് തീർന്നിട്ട് അത് ഓഫായി പോകുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് മേ അങ്ങോട്ടേക്ക് വരികയാണ്. എന്നിട്ട് അവന്റെ അടുത്ത് പറയാണ്, വാ നമുക്ക് എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം. എന്റെ വീട്ടിൽ ഈ ഒരു ഫോൺ ചാർജ് ചെയ്യാനുള്ള ചാർജർ ഇരിക്കുന്നുണ്ട്. അത് വെച്ചിട്ട് ഈ ഒരു ഫോൺ ചാർജ് ചെയ്തതിനു ശേഷം ബാക്കി വീഡിയോ നിനക്ക് കാണാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അവനെ കൂട്ടി അവിടുന്ന് പോവുകയാണ്. ഇപ്പോ ഇവർ വന്നിട്ടുള്ള ആ ഒരു ട്രക്കിന്റെ ഫ്യൂല് തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ കിടക്കുന്നുണ്ടായിരുന്ന ഒരു പഴയ സൈക്കിൾ എടുത്തിട്ട് അതും ചവിട്ടിയിട്ട് അവർ അവിടുന്ന് പോവുകയാണ്. കുറെ ദൂരം ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടൊക്കെ ആ ഒരു സൈക്കിൾ ഇങ്ങനെ ചവിട്ടി പോകുന്നുണ്ട്. അങ്ങനെ ഒരുപാട് ദൂരം സൈക്കിൾ ചവിട്ടി കഴിഞ്ഞപ്പോ രണ്ടുപേരും നല്ല രീതിയിൽ ടയർഡ് ആവുന്നുണ്ട്. ഇപ്പോ ഇവർ സൈക്കിൾ തള്ളിയിട്ട് ഇങ്ങനെ മെല്ലെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്താണ് മേയുടെ കവിളില് ഒരു മുറിപ്പാട് അവൻ കാണുന്നത്. ഇതെങ്ങനെയാണ് ഒരു പാടുണ്ടായെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട്. എന്നാൽ അതൊക്കെ എന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നീ ചോദിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അവളാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരി നാണത്തില് അങ്ങനെ ചിരിച്ചങ്ങനെ നടന്നു പോകുന്നുണ്ട്. ഇതിനിപ്പോ സോറി പറയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഇവർ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. അങ്ങനെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു പഴയ പെട്രോൾ പമ്പിന്റെ അടുത്തേക്ക് ഇവർ എത്തുകയാണ്. എന്നാൽ ഈ ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോ നമ്മുടെ ഏതിന് ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മ വരികയാണ്. ഇവനും എമയും കൂട്ടിയിട്ട് ഒരു കാറിൽ ഒരു പെട്രോൾ പമ്പിലേക്ക് വരുന്നതായിട്ട് ചെറിയ വിഷ്വൽസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. ആ ഒരു സംഭവമൊക്കെ നടന്നിട്ടുള്ളത് ഇവിടെ വെച്ചിട്ടാണ്. എമയും ഇവനും കൂടിയിട്ട് അന്ന് ഈ ഒരു ഭാഗത്തേക്ക് വന്ന സമയത്ത് ഒരു സോംബി വന്നിട്ട് എമേനെ അറ്റാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതിന് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് ഉപയോഗിച്ചിട്ട് ഈ ഒരു സോംബിനെ വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് എമ ഭയങ്കരമായിട്ട് പേടിക്കുന്നുണ്ട്. അവള് ഓടി വന്നിട്ട് ഏതിനെ കെട്ടിപ്പിടിക്കുകയാണ്. അവനിപ്പോ അവൾ ഒരു വിധത്തിൽ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ വെടി കൊണ്ടിട്ട് നിലത്ത് കിടക്കുന്നുണ്ടായിരുന്ന ആ ഒരു സോംബി ഇപ്പൊ മെല്ലെ എണീറ്റ് വന്നിട്ട് നമ്മുടെ ഏതന്റെ കയ്യിലേക്ക് പിടിച്ച് വലിക്കുന്നുണ്ട്. അന്ന് നടന്നിട്ടുള്ള ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചിട്ട് അൺകോൺഷ്യസ് ആയിട്ട് അവൻ നിലത്തേക്ക് വീഴാണ്. മേ അവന് ബോധം വരുന്നവരെ അവിടെ ഇങ്ങനെ കാത്തിരിക്കുന്നുണ്ട്. ഇപ്പോ അവന് ബോധം വന്ന അതേ സമയത്ത് തന്നെ അവനെയും കൂട്ടിയിട്ട് ഇവർ വീട്ടിലേക്ക് പോവാണ്. അങ്ങനെ ഇവർ പോയിട്ട് മേയുടെ വീടിന്റെ അവിടേക്ക് വരികയാണ്. എന്നാൽ ഇവർ
ഇവരകത്ത് കയറാനായിട്ട് വാതിൽ തുറക്കാൻ നോക്കുന്ന സമയത്ത് വാതിലിന്റെ മുകളിൽ ചില പാടുകൾ അവർ കാണുന്നുണ്ട്. എന്തോ ഒരു കമ്പി വെച്ചിട്ട് ഈ ഒരു വാതിൽ കുത്തി തുറക്കാനായിട്ട് നോക്കിയ പാടുകളായിരുന്നു അത്. ഇത് കണ്ടപ്പോൾ തന്നെ ഇവിടേക്ക് ആരോ വന്നിട്ടുണ്ട് എന്നുള്ളത് ഇവർക്ക് മനസ്സിലാവുകയാണ്. മേയപ്പോ അവളുടെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണുമായിട്ട് ഈ ഒരു വീട് മുഴുവനും ചുറ്റി നടന്ന് നോക്കുന്നുണ്ട്. ഇവരുടെ വീടിന്റെ തൊട്ടടുത്തായിട്ട് മേയുടെ ഒരു പച്ചക്കറി തോട്ടം ഉണ്ടായിരുന്നു. ആ ഒരു ഭാഗത്തേക്ക് പോയി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു കാറിന്റെ ബേക്കിലായിട്ട് ഒരാൾ ഒളിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അവനിപ്പോ പുറത്തേക്ക് വരികയാണ്. അവന്റെ പേര് ടോം എന്നാണ്. മേയാണെന്നുണ്ടെങ്കിൽ അവന്റെ നേരെ തോക്ക് ചൂണ്ടുകയാണ്. നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പുറത്തേക്ക് വാന്ന് പറഞ്ഞിട്ട് അവന്റെ അടുത്ത് ചൂടാവുന്നുണ്ട്. എന്റെ വൈഫിനെ കാണാതെ ആയിട്ടുണ്ട്, ഞാൻ അവളെ തെരഞ്ഞിറങ്ങിയതാണ്. പോകുന്ന വഴിക്ക് എനിക്ക് ഒരുപാട് വിശന്നു. അപ്പോ ഇവിടെയുള്ള ഒരു പച്ചക്കറികളും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഒരുപാട് ഞാൻ വിളിച്ചു നോക്കിയിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇവിടെ ആരെയും കണ്ടില്ല. അതുകൊണ്ടാണ് നേരെ ഈ ഒരു തോട്ടത്തിലേക്ക് കയറിയത്. എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണ് എടുത്തിട്ട് ഇപ്പൊ നിലത്തേക്ക് വെക്കുകയാണ്. എയ്തനിപ്പോ പോയിട്ട് അവന്റെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള വെപ്പണുകൾ ഉണ്ടോ എന്നുള്ളത് കൺഫേം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മേയപ്പോ വിളിച്ചു പറയുന്നുണ്ട്, നിനക്ക് പച്ചക്കറികൾ വേണമെന്നുണ്ടെങ്കിൽ അതിനുള്ള ജോലി നീ ചെയ്യണം എന്നിങ്ങനെ പറയാണ്. ഇവിടെ കുറച്ച് വിറക് വെട്ടാണ്ട് ആ ഒരു വിറകൊക്കെ വെട്ടിയിട്ട് നീ വേണമെങ്കിൽ നിനക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ ഇവിടെ എടുത്തിട്ട് പോയിക്കോ എന്ന് പറയാണ്. ടോമും ഇപ്പൊ അതിന് ഓക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ടോമും ഏതനും കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന വിറകുകളൊക്കെ വെട്ടി അങ്ങനെ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സമയത്ത് മേ ഉള്ളിലേക്ക് പോയിട്ട് ഇവർക്ക് കഴിക്കാനുള്ള ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇവരുടെ ഈ ഒരു കിച്ചണിലുണ്ടായിരുന്ന ജനൽ വഴി മേ പുറത്തേക്ക് നോക്കുകയാണ്. ടോം ഇവിടെ വന്ന സമയത്ത് അവിടെയുള്ള ഒരു പഴയ വണ്ടിയുടെ സൈഡിലായിട്ട് വേറൊരു ഗണ്ണ് ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ വേഗം അങ്ങോട്ടേക്ക് പോയിട്ട് ആ ഒരു ഗണ്ണെടുത്ത് അരയിലേക്ക് വെക്കുകയാണ്. ഇതേ സമയത്ത് തന്നെ മോ വന്നിട്ട് ഇവരെ കഴിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അങ്ങനെ ഇവര് വീട്ടിലെത്തിയിട്ടുണ്ട്. ടോം മുഖം കഴുകാനായിട്ട് പോയ ആ ഒരു ഗ്യാപ്പില് ഏതനോട് മേ വന്നിട്ട് പറയാണ്, നിനക്ക് കഴിക്കാനുള്ള ഫുഡ് ഞാൻ വേറെ എടുത്തു വെച്ചിട്ടുണ്ട്, തൽക്കാലം നീ ഇപ്പൊ ഒന്നും കഴിക്കേണ്ടെന്ന് നൈസായിട്ട് അവന്റെ അടുത്ത് പറഞ്ഞിട്ട് പോവാണ്. ടോം ഇപ്പോ ആ ഒരു ഫുഡ് നന്നായിട്ട് തന്നെ ആസ്വദിച്ച് കഴിക്കുന്നുണ്ട്. ഇതേ സമയത്ത് തന്നെ ടോം അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഫോട്ടോ എടുത്തിട്ട് എയ്തനെ കാണിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, ഇതാണ് എന്റെ വൈഫ്, നീ ഇവളെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. എന്നാൽ ഈ ഒരു ഫോട്ടോ കണ്ട അതേ സമയത്ത് തന്നെ എമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്തുള്ള കാര്യങ്ങളൊക്കെ എയ്തനിപ്പോ ഓർമ്മ വരാണ്. അവനിപ്പോ അൺകോൺഷ്യസ് ആയിട്ട് അവിടെ വീഴാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന ഒരു ഗ്ലാസ് അവൻ തട്ടിമറിച്ചിട്ടാണ്. അവനിപ്പോ ബോധം കെട്ട് വീഴുന്ന മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ മേ അങ്ങോട്ടേക്ക് വന്നിട്ട് അവൻ അവിടെ നിന്ന് പിടിച്ചെണീപ്പിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന കൗച്ചിലേക്ക് ഇരുത്താൻ നോക്കുകയാണ്. എന്നാൽ ഏതിനിപ്പോ ബോധം കെട്ടിട്ട് നിലത്തേക്ക് വീണിട്ടുണ്ട്. മേയാണെന്നുണ്ടെങ്കിൽ അവനെ പിടിച്ചെണീപ്പിക്കാനൊക്കെ നോക്കുന്നുണ്ട്. മേയുടെ ശ്രദ്ധ ഇപ്പൊ മുഴുവനായിട്ടും ടോമിന്റെ അടുത്ത് മാറിയത് കൊണ്ട് തന്നെ ഈ ഒരു ചാൻസ് അവൻ കൃത്യമായിട്ട് യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കുകയാണ്. അരയിൽ വെച്ചിട്ടുണ്ടായിരുന്ന ഗണ്ണ് ടോം ഇപ്പൊ പുറത്തെടുക്കുന്നുണ്ട്. എന്നിട്ട് എമ്മയുടെ നേരെ ചൂണ്ടാണ്. എന്നിട്ട് എമ്മയുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് പിടിച്ചു വാങ്ങുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയപ്പത്തേക്കും എമ്മ കൊടുത്തിട്ടുള്ള ആ ഒരു ഫുഡ് കഴിച്ചിട്ട് ടോമിന് തലകറങ്ങാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോ ഞാൻ കഴിച്ച ഭക്ഷണത്തില് നീ എന്താണ് ചേർത്തതെന്നൊക്കെ ചോദിച്ചിട്ട് മെയിനോട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കുകയാണ്. മേപ്പ പറയാണ്, നീ പേടിക്കണ്ട, എന്തായാലും ചാവാനൊന്നും പോണില്ല എന്ന് പറഞ്ഞിട്ട് അവിടെ ഉണ്ടായിരുന്ന എന്തോ ഒരു സാധനം എടുത്തിട്ട് ടോമിന്റെ മുഖത്തേക്ക് എന്നെ ഒരു അടി കൊടുക്കുന്നുണ്ട്. ഏതിനിപ്പോ ബോധം കെട്ട് അവിടെ കിടക്കാണല്ലോ, അപ്പൊ അവന് കൊടുക്കാനുള്ള എന്തോ ഒരു മരുന്ന് മേയുടെ കയ്യിലുണ്ട്. അതെടുക്കാനായിട്ട് അവൾ അകത്തേക്ക് പോയ ആ ഒരു സമയത്ത് ടോമിന്റെ ഫ്രണ്ട്സ് ആ ഒരു വീട്ടിലേക്ക് കയറി വരുന്നുണ്ട്. ഇപ്പോ ഏതിന് ബോധം വീണിട്ടുണ്ട്. അവനിങ്ങനെ മെല്ലെ എണീറ്റ് നിൽക്കുന്ന സമയത്ത് കാണുന്നത് ടോമിന്റെ ഫ്രണ്ട്സിനെയാണ്. എന്നാലും മരുന്നെടുക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്ന മോ ഇപ്പൊ താഴേക്ക് ഇറങ്ങി വരികയാണ്. ഇവളെ കണ്ടപ്പോ തന്നെ ടോമിന്റെ ഫ്രണ്ട്സ് ഇവളുടെ നേരെ തോക്ക് ചൂണ്ടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ചെയറിലേക്ക് മോയിനെ പിടിച്ച് കെട്ടി വെക്കുന്നുണ്ട്. ടോം ഇപ്പോ സമനില വീണ്ടെടുത്തിട്ട് വീണ്ടും എണീറ്റ് വന്നിട്ടുണ്ട്. ഏതിനെ ഇങ്ങനെ അവർ പിടിച്ചു വെച്ചേക്കുന്നത് കണ്ടു കഴിഞ്ഞപ്പോ ടോം പറയാണ്, അവനെ വിട്ടേക്ക്, അവനും മറ്റുള്ളവരെ പോലെ ഒരു വിക്ടിം ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഉറപ്പായിട്ടും എന്റെ വൈഫിനെ കടത്തിക്കൊണ്ടുവന്നത് ഇവള് തന്നെ ആയിരിക്കും. അവൾ ഇവിടെ എവിടെയോ ഉണ്ട്, നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് വേഗം പോയി അവളെ തെരഞ്ഞു കണ്ടുപിടിക്കാനായിട്ട് പറയാണ്. ഇപ്പൊ ടോമിന്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോയിനെ വിട്ടിട്ട് ആ ഒരു ഭാഗം മുഴുവൻ തെരഞ്ഞു നോക്കുന്നുണ്ട്. ഇതൊക്കെ കണ്ടിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ ഏതിനെ അങ്ങനെ നിൽക്കുകയാണ്. മേ എന്തോ സൈക്കോ കില്ലർ ആണെന്നൊക്കെ അവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഇവര് പറഞ്ഞിട്ടുള്ളതുപോലെ എമ ഇവിടേക്ക് വന്നിട്ടുണ്ടോ എന്ന് വിചാരിച്ചിട്ട് ടോമിന്റെ ഫ്രണ്ട്സിന്റെ കൂടെ അവനും തെരയാനായിട്ട് കൂടുകയാണ്. അങ്ങനെ ഇവൻ തെരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു റൂമിൽ നിന്നും അവനൊരു മാല കിട്ടുന്നുണ്ട്. ഈ ഒരു മാല കണ്ടതും അവൻ ഞെട്ടിപ്പോവാണ്. കാരണം അവന്റെ ഗേൾഫ്രണ്ട് ആയിട്ടുള്ള എമ്മയുടെ മാലയായിരുന്നു അത്. എന്റെ ഗേൾഫ്രണ്ട് ഇവിടേക്ക് വന്നിട്ടുണ്ട്, അവൾ ഇവിടെ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അവനാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ഷോക്കായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ടോമിന്റെ ഒരു ഫ്രണ്ട് വന്നിട്ട് ഒരു ബാഗ് നിറച്ചും സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്ന ഒരു ടേബിളിന്റെ മുകളിലേക്ക് ഇങ്ങനെ തട്ടിയിടുന്നുണ്ട്. അതിനകത്ത് ഒരുപാട് ആളുകളുടെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. മേ എന്തോ ഒരു സൈക്കോ കില്ലർ ആണെന്നാണ് ഇതൊക്കെ കാണുന്ന സമയത്ത് തോന്നുന്നത്. ഒരുപാട് ആളുകളെ ഇവിടേക്ക് അവൾ കൂട്ടിയിട്ട് വന്നിട്ട് കൊന്ന് തള്ളിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവുകളൊക്കെ ഇവർക്ക് ഈ ഒരു വീടിന്റെ പല ഭാഗത്തുനിന്ന് കിട്ടുന്നുണ്ട്. ഈ സാധനങ്ങളുടെ ഇടയിൽ നിന്നും ടോമിന്റെ വൈഫിന്റെ മാലയും കിട്ടുന്നുണ്ട്. ഇത് കണ്ടപ്പോ തന്നെ അവൻ ഒരുപാട് വിഷമാവാണ്. മേയുടെ വീടിന്റെ പുറത്തായിട്ട് ഗോഡൌണൊക്കെ പോലെ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു. ഇപ്പോ ടോമിന്റെ ഒരു ഫ്രണ്ട് അവിടേക്ക് പോയി നോക്കുന്നുണ്ട്. അവൻ ഈ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് അവിടെ അത്ര പെട്ടെന്നൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ വയർ ട്രാപ്സ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മൾ ഇങ്ങനെ കാണിക്കുകയാണ്. ടോമിന്റെ ഫ്രണ്ട് ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു കാര്യമൊന്നും കാണാതെ ഈ ബിൽഡിങ്ങിന്റെ പൂട്ടും തല്ലിപ്പൊളിച്ചിട്ട് അകത്തേക്ക് കയറി പോകുന്നുണ്ട്. ഇപ്പൊ നമ്മുടെ ഇതിനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന ഒരു ഗൺ എടുത്തിട്ട് അവനിപ്പോ മേയുടെ നേരെ ചൂണ്ടുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ്, എന്റെ എമ്മ അവൾ ഇങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളത് എനിക്ക് മനസ്സിലായിട്ടുണ്ട്, അവൾ എവിടെ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. കുറെ നാളുകൾക്ക് മുന്നേ അവള് മരിച്ചുപോയെന്ന് മേ ഇപ്പോ അവനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് ഏതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഷോക്കാവാണ്. എന്നാൽ ഇതേ സമയത്ത് തന്നെ ടോം അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. എന്നിട്ട് അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു ഗണ്ണ് മേടിക്കുകയാണ്. ഇപ്പൊ ടോം അവന്റെ ഫ്രണ്ടിനോട് പുറത്തു പോയിട്ടുള്ള അവന് തിരിച്ചു വിളിച്ചിട്ട് വരാനായിട്ട് പറയാണ്. അയാളിപ്പോ അവന്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഇപ്പോ ആ ഒരു ഗോഡൌണിന്റെ ഉൾഭാഗം കാണിക്കുകയാണ്. ഈ ഒരു ഗോഡൌണിന്റെ ഉള്ളിലേക്ക് കയറി നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ മേ ഒരാളെ അതിന്റെ ഉള്ളിൽ കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഓപ്പറേഷൻ ചെയ്തിട്ട് അയാളുടെ കൈയൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടിട്ട് ഷോക്കായിട്ട് ടോമിന്റെ ഫ്രണ്ട് അവിടുന്ന് ഇറങ്ങി ഓടുകയാണ്. എന്നാൽ ഇവൻ ഓടുന്നതിന്റെ ഇടയിൽ
അവിടെ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വയർ ട്രാപ്സിൽ കാല് കൊടുക്കുന്നുണ്ട്. ഇവൻ ആ ഒരു വയർ ട്രാപ്പിന്റെ മുകളിൽ കാല് ചവിട്ടി അതേ സമയത്ത് തന്നെ ആ ഒരു ബിൽഡിംഗ് മുഴുവനും പൊട്ടിച്ചെതറുകയാണ്. ഈ എക്സ്പ്ലോഷനിൽ ഈ ബിൽഡിംഗിന്റെ ഉള്ളിൽ ഇരിക്കുന്ന ആളും അതുപോലെ തന്നെ ടോമിന്റെ 2 ഫ്രണ്ട്സും മരിച്ചു പോകുന്നുണ്ട്. ഈ ബിൽഡിംഗ് ബ്ലാസ്റ്റ് ആയിട്ടുള്ള ആ ഒരു സൗണ്ട് കേട്ട സമയത്ത് തന്നെ നമ്മുടെ ഈതന് ചില കാര്യങ്ങൾ ഓർമ്മ വരാണ്. അന്ന് ഇവൻ എമേനെ തെരഞ്ഞിട്ട് ഒരു ബിൽഡിംഗിന്റെ ഉള്ളിലേക്ക് പോയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ വെച്ചിട്ട് അവൻ പരിചയപ്പെട്ടിട്ടുള്ള ആ ഒരു ലേഡീനെ കൊന്നിട്ടുള്ളത് അത് മറ്റാരും അല്ല, അത് ഈതൻ തന്നെയാണ്. അവൻ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് അവൻ പെട്ടെന്ന് സോംബി ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ അവനാണ് ആ ഒരു ലേഡീനെ അറ്റാക്ക് ചെയ്ത് കൊന്നത്. അതുകൊണ്ടാണ് പിറ്റേ ദിവസം രാവിലെ എണീറ്റ് നോക്കുന്ന സമയത്ത് ഒരുപാട് ബ്ലഡ് കണ്ടത്. ഈ ഒരു കാര്യങ്ങളൊക്കെ അവൻ ഓർമ്മ വന്ന സമയത്ത് തന്നെ എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ അവൻ ഇങ്ങനെ കിളി പോയിട്ട് ഇരിക്കുകയാണ്. ഇപ്പൊ ടോം ആണെന്നുണ്ടെങ്കിൽ ഈ ഒരു എക്സ്പ്ലോഷന്റെ സൗണ്ട് കേട്ടിട്ട് അവൻ പുറത്തേക്ക് നോക്കുന്നുണ്ട്. ഇവന്റെ 2 ഫ്രണ്ട്സും മരിച്ചുപോയി എന്ന് അറിഞ്ഞപ്പോ ഇവന് നല്ല ദേഷ്യം വരാണ്. അവന്റെ കയ്യിലുണ്ടായിരുന്ന മേയുടെ ആ ഒരു ഗണ്ണ് അവളുടെ നേരെ തന്നെ ചൂണ്ടുന്നുണ്ട്. ഇപ്പോ ആ ഒരു സേഫ്റ്റി ഓഫ് ആക്കിയിട്ട് അവളുടെ നേരെ ഷൂട്ട് ചെയ്യാണ്. എന്നാൽ എമ്മയുടെ ഗണ്ണ് ഒരു ഡിഫറന്റ് ആയിട്ടുള്ള ഗണ്ണായിരുന്നു. ഇതിന്റെ സേഫ്റ്റി ലോക്ക് ഓൺ ആക്കിയിട്ടുണ്ടെങ്കിൽ മാത്രമേ അത് മുന്നിലേക്ക് ഷൂട്ട് ചെയ്യുള്ളൂ. ഇവനിപ്പോ ആ ഒരു സേഫ്റ്റി ഓഫ് ആക്കിയതുകൊണ്ട് തന്നെ ഇവൻ നിൽക്കുന്ന ആ ഒരു സൈഡിലേക്കാണ് ബുള്ളറ്റ് വന്നത്. അതുകൊണ്ട് തന്നെ ടോമിന്റെ മേത്തേക്കാണ് ആ ഒരു ബുള്ളറ്റ് കയറുന്നത്. അവനിപ്പോ നിലത്തേക്ക് വീഴാണ്. എന്നാൽ ഈ ഒരു ബ്ലഡ് കണ്ട അതേ സമയത്ത് തന്നെ ഏതൻ സോംബി ആയിട്ട് മാറാണ്. അവൻ നേരെ പോയിട്ട് ടോമിനെ കടിച്ച് കീറുന്നുണ്ട്. മേയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കസേരയിൽ എങ്ങനെയൊക്കെ നിലത്തേക്ക് വീണിട്ട് ഇപ്പൊ മെല്ലെ മെല്ലെ ഒരു സൈഡിൽ പോയിട്ട് ഒളിച്ചിരിക്കുന്നുണ്ട്. ഒരു 4-5 മണിക്കൂർ കഴിഞ്ഞ സമയത്ത് ഇവൻ ഏതൻ വീണ്ടും പഴയ പോലെ തന്നെ ആവാണ്. ഈ ഒരു സമയത്തേക്കും മേ എങ്ങനെയൊക്കെ അവിടെ എണീറ്റ് വന്നിട്ട് അവന്റെ പുറകിൽ ഇങ്ങനെ തലോടി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് പറയാണ്, നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, ഈ ഒരു കാര്യങ്ങളൊക്കെ നീ നാളെ ആകുമ്പോഴത്തേക്കും മറന്നു പോകും, ഇപ്പൊ നമ്മൾ സേഫ് ആണെന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ മെല്ലെ ഇങ്ങനെ തലോടിയിട്ട് അവനെ ഉറക്കുന്നുണ്ട്. പിറ്റേ ദിവസം രാവിലെ ഏതൻ മെല്ലെ എണീറ്റ് വരാണ്. ഈ ഒരു സമയത്ത് മേ വന്നിട്ട് അവനോട് സംസാരിച്ചിട്ട് തലേ ദിവസം നടന്നിട്ടുള്ള കാര്യങ്ങളൊന്നും അവൻ ഓർമ്മയില്ല എന്നുള്ളത് കൺഫേം ആക്കുകയാണ്. അവളിപ്പോ കിച്ചണിലേക്ക് കുക്ക് ചെയ്യാനായിട്ട് പോവാണ്. എന്നാൽ അന്നത്തെ ദിവസം ഏതന് വേറെ ചില കാര്യങ്ങളും കൂടി ഓർമ്മ വരാണ്. ഇവൻ എമ്മയുടെ കൂടെ ഉണ്ടായിരുന്ന സമയത്ത് ഇവർ ജാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളെ പരിചയപ്പെടുന്നുണ്ടായിരുന്നു. ഇവർ ചെന്ന സമയത്ത് അയാൾ അവരുടെ വീട്ടില് വിറക് വെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോ ഇവർക്ക് കഴിക്കാൻ എന്തെങ്കിലും കിട്ടുമെന്ന് ഏതൻ ജാക്കിനോട് ചോദിക്കുന്നുണ്ട്. ജാക്കാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡ്രസ്സ് മുഴുവൻ അഴിക്കാനായിട്ട് പറയാണ്. എന്നിട്ട് ഇവർ രണ്ടുപേരും ഇൻഫെക്റ്റഡ് ആയിട്ടില്ല എന്നുള്ളത് കൺഫേം ആക്കിയിട്ട് വീടിന്റെ ഉള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയിട്ട് ഇവർക്ക് ഫുഡൊക്കെ എടുത്ത് കൊടുക്കുന്നുണ്ട്. ഏതൻ ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് മേ ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് ഫുഡിന് വേണ്ടിയിട്ട് ഒരു മാനിനെ വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഇതേ സമയത്താണ് ഏതൻ അവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്ററിലേക്ക് നോക്കുന്നത്. ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ഈ ഒരു പ്ലാസ്റ്ററിന്റെ മുകളിൽ ഒരു ഹാർട്ടിന്റെ ചിഹ്നം വരച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിന്റെ കളർ ഇപ്പൊ മാറിയത് അവൻ ശ്രദ്ധിക്കുകയാണ്. ഇവന്റെ മൈൻഡിൽ എമ വരച്ചിട്ടുള്ള ആ ഒരു ഹാർട്ട് കണ്ട ആ ഒരു ചെറിയ ഓർമ്മയുണ്ട്. ഇതിന് മുന്നേ നോക്കുന്ന സമയത്ത് അത് വേറൊരു കളറിലായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പൊ കളർ മാറിയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മേ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് നമ്മുടെ ഏതിന് മനസ്സിലാവാണ്. ഏതിനിപ്പോ അവന്റെ കയ്യിലുള്ള ആ ഒരു ഗണ്ണെടുത്തിട്ട് മേയുടെ നേരെ ചൂണ്ടാണ്. എന്നിട്ട് പറയാണ്, എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കുന്നത്, മര്യാദയ്ക്ക് പറഞ്ഞോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ഇപ്പൊ ആ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. അതായത് ആ ഒരു പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഒരു സോംബി ഇവന്റെ കയ്യിലേക്ക് കടിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു കാര്യമൊക്കെ അവനിപ്പോ ഓർമ്മ വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു പ്ലാസ്റ്റർ പൊളിച്ച് നോക്കുകയാണ്. ഇവൻ ഈ ഒരു മുറിവിൽ നോക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ആ ഒരു സോംബികളുടെ ശരീരത്തിലേക്ക് ഉള്ളതുപോലെ തന്നെ ചെറിയ ചെറിയ ചെടികൾ അവന്റെ ആ ഒരു മുറിവിൽ നിന്നും ഇങ്ങനെ മുളച്ചു വരുന്നുണ്ട്. മേ പറയാണ്, സോംബികള് മനുഷ്യന്റെ ശരീരം കഴിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവർ കുറച്ചു നേരത്തേക്ക് വീണ്ടും മനുഷ്യരായിട്ട് മാറും. ഇത് കേട്ടിട്ട് അന്ന് നടന്ന ആ ഒരു സംഭവമൊക്കെ അവനിങ്ങനെ ആലോചിച്ച് നോക്കുന്നുണ്ട്. പെട്രോൾ പമ്പിൽ വെച്ചിട്ട് ഇവൻ ആക്രമിച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സോംബി ഇവന്റെ കയ്യിൽ കടിച്ച് ആ ഒരു രക്തം കുടിച്ച സമയത്ത് കുറച്ചു നേരത്തേക്ക് അത് മനുഷ്യന്റെ രീതിയിൽ പെരുമാറിയതൊക്കെ അവനിങ്ങനെ ആലോചിക്കുകയാണ്. ഇതൊക്കെ അവൻ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ജാക്കിന്റെ വീട്ടിൽ നടന്നിട്ടുള്ള കാര്യങ്ങളൊക്കെ അവന് വീണ്ടും ഓർമ്മ വരുന്നത്. ജാക്കിന്റെ വീട്ടില് ഇവരെല്ലാരും കൂടി ഇരുന്നിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇവന്റെ കയ്യിൽ ആ ഒരു സോംബി അടിച്ചത് കൊണ്ട് തന്നെ ഇവൻ ആ ഒരു സമയത്ത് ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ടായിരുന്നു. ഇപ്പോ അവൻ പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിട്ട് വീഴാനായിട്ട് തുടങ്ങുകയാണ്. എമ്മ ഇപ്പോ ജാക്കിന്റെ വീട്ടിലെ ടോയ്ലറ്റ് എവിടെയാന്നൊക്കെ ചോദിച്ച് മനസ്സിലാക്കിയിട്ട് ഏതിനെ കൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. ഇവന്റെ ഉള്ളിലുള്ള ആ ഒരു സോംബി ഇൻഫെക്ഷൻ അതിപ്പോ ആക്ടിവേറ്റ് ആയി തുടങ്ങിയിട്ടുണ്ട്. അവനിപ്പോ സോംബി ആയിട്ട് മാറാൻ തുടങ്ങുന്ന ആ ഒരു കാഴ്ച കണ്ടിട്ട് എമ്മയാണെന്നുണ്ടെങ്കിൽ നീ ഇവിടെ ഇരിക്കെ, ഞാൻ പുറത്തു പോയിട്ട് അവരുടെ അടുത്ത് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവനെ ടോയ്ലറ്റിൽ തന്നെ ഇരുത്തിയിട്ട് അവളിപ്പോ പുറത്തോട്ട് വരുന്നുണ്ട്. എന്നാൽ ഈ ഒരു സമയത്ത് തന്നെ ജാക്ക് അവന്റെ ഗണ്ണെടുത്തിട്ട് ഈ ഒരു ടേബിളിന്റെ മുകളിൽ വെക്കുന്നുണ്ട്. എന്നിട്ട് ജാക്കിന്റെ വൈഫിന്റെ അടുത്തും കുട്ടീനോടും എനിക്ക് ഇവളോട് കുറച്ച് കാര്യങ്ങൾ സംസാരിച്ച് മനസ്സിലാക്കാനുണ്ട്, നിങ്ങൾ തൽക്കാലം പുറത്തേക്ക് നിൽക്കുന്ന പറയാണ്. ഇവർ രണ്ടുപേരും കൂട്ടിയിട്ട് പുറത്തേക്ക് പോകുന്ന ആ ഒരു സമയത്ത് മേലെ ബാത്റൂമിൽ നിന്നും ഭയങ്കര ഡിഫറന്റ് ആയിട്ടുള്ള ഒരു ശബ്ദം അവർ കേൾക്കാണ്. എവിടുന്നാണ് ഈ ഒരു ശബ്ദം വരുന്നത് നോക്കാൻ വേണ്ടിയിട്ട് ജാക്കിന്റെ വൈഫും മോളും കൂട്ടിയിട്ട് മേലത്തെ നിലയിലേക്ക് പോകുന്നുണ്ട്. ജാക്ക് ഇപ്പൊ പറയാണ്, നിന്റെ ബോയ് ഫ്രണ്ടിന് സോംബി ഇൻഫെക്റ്റഡ് ആയിട്ടുണ്ട്, നീ എന്തിനാണ് അവനെ ഇങ്ങനെ കൊല്ലാതെ വെച്ചോണ്ടിരിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ എമ പറയാണ്, എനിക്ക് ഈ ഒരു ലോകത്തിൽ വെച്ചിട്ട് അവൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഒരിക്കലും ഞാൻ അവനെ കൊല്ലില്ല, അത് മാത്രമല്ല വേറെ ഒരാളെ അവനെ കൊല്ലാനായിട്ട് ഞാൻ അനുവദിക്കൂല എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് ഇപ്പൊ ജാക്കുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് ജാക്കിന്റെ വൈഫ് ആ ഒരു ടോയ്ലറ്റിന്റെ വാതിൽ തുറന്ന് നോക്കുന്നുണ്ട്, അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഏതിനാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ സോംബി ആയിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയത്താണ് ഇവര് വാതിലും തുറന്നു വന്നിട്ടുള്ളത്. ഇവരെ കണ്ട സമയത്ത് തന്നെ ഏതിന് അവരെ അറ്റാക്ക് ചെയ്യാണ്, രണ്ടുപേരെയും കടിച്ചു കീറി കൊല്ലുന്നുണ്ട്. ഇപ്പോ ഇവർ കരയുന്ന ശബ്ദം കേട്ടിട്ട് ജാക്കാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്തേക്ക് നോക്കുകയാണ്. എന്നാൽ കൃത്യമായിട്ടൊരു ചാൻസ് കിട്ടിയ സമയത്ത് തന്നെ എമ്മ അവിടെ ഉണ്ടായിരുന്ന ഒരു കത്തി എടുത്തിട്ട് ജാക്കിന്റെ നെഞ്ചിലേക്ക് എന്നെ കുത്തി കയറ്റുകയാണ്. പെട്ടെന്ന് ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ജാക്കിന്റെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു ഗണ്ണ് തെറിച്ചു പോകുന്നുണ്ട്. ഇപ്പോ എമ്മ ചാടി അവന്റെ മേത്തേക്ക് വീഴാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടിയിട്ട് അവിടെ കിടന്ന് ഇങ്ങനെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ജാക്ക് എമ്മയുടെ തല പിടിച്ചിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു ഡെസ്കിന്റെ മുകളിലേക്ക് അടിക്കുന്നുണ്ട്. എന്നാൽ ഈ ഒരു ഡെസ്കിന്റെ മുകളിൽ വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു പാത്രത്തിന്റെ
പാത്രത്തിന്റെ മുകളിലേക്കാണ് അവളുടെ മുഖം ചെന്ന് ഇടിച്ചത്. ഈ പാത്രം പൊട്ടിയിട്ട് അവളുടെ മുഖത്ത് നല്ല രീതിയിൽ തന്നെ മുറിവാവുന്നുണ്ട്. എന്നാൽ ഈ ഒരു കാര്യമൊന്നും വകവയ്ക്കാതെ ജാക്കിന്റെ അടുത്ത് അവൾ ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവസാനം നിലത്ത് കിടക്കുന്ന ജാക്കിന്റെ ആ ഒരു ഗൺ എടുത്തിട്ട് യമ അവനെ ഷൂട്ട് ചെയ്ത് കൊല്ലുന്നുണ്ട്. എന്നാൽ ഇതേ സമയത്ത് തന്നെ മോളിലുണ്ടായിരുന്ന ഈതൻ ജാക്കിന്റെ വൈഫിനെ കൊന്നിട്ട് അവരുടെ ബ്ലഡ് കുടിച്ചതുകൊണ്ട് തന്നെ അവനിപ്പോ വീണ്ടും മനുഷ്യരൂപത്തിലേക്ക് ആയിട്ടുണ്ട്. ഇപ്പൊ നോക്കുകയാണെന്നുണ്ടെങ്കിൽ യമയുടെ കവിളിലുണ്ടായിട്ടുള്ള ആ ഒരു മുറിവ് അത് തന്നെയാണ് മേയുടെ കവിളിലുള്ളത്. അതായത് യമയും മേയും രണ്ട് ക്യാരക്ടേഴ്സ് അല്ല, രണ്ടും ഒരാളാണ്. ഇപ്പൊ പ്രസന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എയ്തന് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ട്. അവന്റെ തൊട്ടു മുന്നിൽ നിൽക്കുന്നത് ഇത്രയും കാലം അവൻ അന്വേഷിച്ച് നടന്നിട്ടുണ്ടായിരുന്ന അവന്റെ ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള യമയാന്നുള്ളത് അവനിപ്പോ മനസ്സിലാവുകയാണ്. അല്ല, എനിക്ക് മനസ്സിലാവുന്നില്ല, നിനക്ക് എങ്ങനെയാണ് ഇത്രയും വയസ്സായത്, ആരാന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഇങ്ങനെ മാറ്റം വന്നത് എങ്ങനെയാണ് എന്നൊക്കെ അവനിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇപ്പൊ അവള് പറയാണ്, എടാ എനിക്ക് പെട്ടെന്ന് വയസ്സായതല്ല, നിന്റെ ഉള്ളിലുള്ള ആ ഒരു സോംബി വൈറസ് കാരണം നിനക്കാണ് വയസ്സാവാതിരിക്കുന്നത്. ഇവൻ ബോധം കെട്ട് വീഴുന്ന സമയത്ത് അവന്റെ കയ്യിലുള്ള ആ ഒരു പ്ലാസ്റ്റർ കട്ട് ചെയ്ത് മാറ്റിയിട്ട് ഈ ഒരു മുറിവൊക്കെ ഡ്രസ് ചെയ്ത് വീണ്ടും ആ ഒരു പ്ലാസ്റ്ററൊക്കെ ഒട്ടിച്ച് അതിന്റെ മുകളിൽ ഈ ഒരു ഹാർട്ടിന്റെ എംബ്ലം വരച്ച് അതിന്റെ ഉള്ളിൽ എമ്മാന്നൊക്കെ എഴുതി വെച്ചുകൊണ്ടിരുന്നത് ഇവള് തന്നെയാണ്. അങ്ങനെ ഈ ഒരു പ്രോസസ്സ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് വർഷങ്ങളായിട്ട് യമ ഇത് തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ ഈ ഒരു സോംബി വൈറസ് ഈ ഒരു ലോകം മുഴുവനും പരന്നിട്ടുണ്ടായിരുന്നു. എമയ്ക്ക് മെല്ലെ വയസ്സാവാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. പെട്ടെന്ന് ഒരു ദിവസം ഏതിന് ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് എമയുടെ രൂപം കണ്ടിട്ട് നീ ആരാന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അന്ന് മുതൽ ഇവൾ ആരാന്നുള്ളത് മറച്ചു വെച്ചിട്ട് ഇവനെ ഇങ്ങനെ ടേക്ക് കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ടോമിന്റെ ഫ്രണ്ട് ഇവരുടെ വീട്ടിലുണ്ടായിരുന്ന ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് പോയ സമയത്ത് അവിടെ ഒരാളെ ബോധം കെടുത്തിയിട്ടിരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ. അങ്ങനെ ഒരുപാട് ആളുകളെ പിടിച്ചുകൊണ്ടുവന്നിട്ട് ഒരു ദിവസം കൈ ഒരു ദിവസം കാല് എന്നുള്ള രീതിയിൽ ഇവനെ ഇങ്ങനെ ഫീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ ഇപ്പോഴും മനുഷ്യരൂപത്തിൽ അങ്ങനെ നിലനിൽക്കാനായിട്ട് പറ്റുന്നത്. ഇവനിപ്പോ സോംബിയായി മാറിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഇവൻ കാരണം മരിച്ചുപോയി എന്നൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞപ്പോ അവൻ ഒരുപാട് വിഷമാവാണ്. അതുകൊണ്ടാണ് സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ ഇവൻ സൂയിസൈഡ് ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടത്. ഇവൻ ആ ഒരു മലയുടെ മുകളിൽ കയറിയിട്ട് സ്വന്തം തലയിലേക്ക് ഇങ്ങനെ വെടിവെക്കുകയാണ്. എന്നാൽ ട്വിസ്റ്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവന്റെ ഉള്ളിൽ ആ ഒരു സോംബി വൈറസ് ഉള്ളത് കൊണ്ട് തന്നെ ഇവൻ ഒരിക്കലും മരിക്കില്ലല്ലോ. കുറച്ചു നേരം അവൻ അൺകോൺഷ്യസ് ആയിട്ട് അവിടെ കിടക്കുന്നുണ്ട്. ഇപ്പോ അവൻ വീണ്ടും എണീറ്റ് വരികയാണ്. എന്നാൽ ഈ ഒരു സമയത്ത് എമ അങ്ങോട്ടേക്ക് ഓടി വരുന്നുണ്ട്. എന്നിട്ട് അവനോട് പറയാണ്, നമ്മൾ ഇനി ഒരുമിച്ച് ജീവിക്കണമെന്നുണ്ടെങ്കിൽ നീ എന്നെ ഒരു സോംബിയാക്കി മാറ്റ് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഏതിനാണെന്നുണ്ടെങ്കിൽ അതിന് സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഏതൻ പോയിട്ടുണ്ടെങ്കിൽ ഇവൾക്ക് ആരുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവൾ ഒരുപാട് കരഞ്ഞ സമയത്ത് അവനിപ്പോ വേറൊരു വഴിയില്ലാത്തത് കൊണ്ട് തന്നെ അവൾ പറഞ്ഞതുപോലെ തന്നെ ചെയ്യാണ്. അങ്ങനെ ഇപ്പോ രണ്ടുപേരും സോംബിയായി മാറിയിട്ടുണ്ട്. അവസാനം വരെ നമ്മൾ ഒരുമിച്ച് ജീവിക്കും എന്ന് പറഞ്ഞിട്ട് അവർ കൈ കോർത്തിട്ട് ഇങ്ങനെ മുന്നോട്ടേക്ക് നടന്നു പോവാണ്. ആ ഒരു സീനും കാണിച്ചിട്ട് ഡൈ അലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു സിനിമ ഇവിടെ കഴിയാണ്. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു സിനിമയെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്യണേ. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ. അപ്പോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ ബൈ.